ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള അമ്മ മാതാവിൻ്റെ മക്കളെ, വിമല ഹൃദയ പ്രതിഷ്ഠ ഒരുക്ക ശുശ്രൂഷയുടെ 11ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. അമ്മ മാതാവിലൂടെ ധാരാളം അനുഗ്രഹം ഇന്ന് കേരള സഭയിലേക്ക് ഈ ശുശ്രൂഷയിലൂടെ അനേകം കുടുംബങ്ങളിലേക്കും മക്കളിലേക്കും വന്നുകൊണ്ടിരിക്കുക. ഒത്തിരി ദൈവമക്കള് എന്നെ വിളിച്ചു പറയുന്നുണ്ട്, പ്രത്യേകിച്ച് പുണ്യജീവിതത്തിൽ വളരാൻ തുടങ്ങിയപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ ആനന്ദം, വലിയ സന്തോഷം ഉണ്ടാകാൻ തുടങ്ങിയെന്ന്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ശരിക്കും പുണ്യത്തിൽ വളർന്നാൽ തന്നെ പാപത്തിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും. പാപം അലട്ടില്ല, ദുശീലം അലട്ടില്ല, ലോകം അലട്ടില്ല, സഹനം അലട്ടില്ല, തകർച്ച അലട്ടില്ല. നമുക്ക് പുണ്യം ചെയ്യാൻ പഠിക്കണം. നഷ്ടപ്പെട്ടു പോയൊരു ആത്മീയതയാ പുണ്യത്തിൻ്റെ ആത്മീയത. വിശുദ്ധർ തങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത് പുണ്യത്തിൻ്റെ അഭ്യസനമായിരുന്നു. നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യത. നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒത്തിരി നല്ല ആത്മീയ മേഖലകളുണ്ട് എങ്കിലും നമ്മൾ ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പാപത്തിന്. പാപമേഖലകൾ മാറ്റാനായിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് നല്ലതാണ്, വിശുദ്ധർ അപ്രകാരം ചെയ്തിരുന്നു, അത് വേണം. പക്ഷേ ആ പാപം ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ നിർത്തുന്നതല്ല നമ്മുടെ ആത്മീയത, മറിച്ച് പുണ്യം അഭ്യസിക്കാൻ പഠിപ്പിക്കുന്നതാണ് യഥാർത്ഥ ആത്മീയത. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും ഓരോ ദിവസവും നിങ്ങളോട് പറയുന്ന ഇതാണ്. ചിലപ്പോൾ ഇന്നലെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ വിഷമിക്കേണ്ട, നമുക്ക് ഇന്ന് ചെയ്യണം, അല്ലെങ്കിൽ നാളെ പ്രഭാതം തൊട്ട് ഈ കാണുന്ന പുണ്യം അഭ്യസിക്കണം. എപ്പോഴും നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ഈശോയുള്ള സ്നേഹത്തെ പ്രതി സകലതും ചെയ്യ്. ഒരു കുഞ്ഞു വാക്ക് പറയുന്നത് പോലും, ഒരു കുഞ്ഞു ത്യാഗമെടുക്കുന്ന പോലും, ഒരു പരോപകാരം ചെയ്യുന്ന പോലും, അതെല്ലാം ഈശോയുള്ള സ്നേഹത്തെ പ്രതി നമ്മുടെ സകല അധ്വാനവും, പിന്നെ ആ കാണുന്ന കാര്യത്തിലുള്ള സഹനവും ത്യാഗവും സ്നേഹത്തോടെ സ്വീകരിക്കുക. പിന്നെ പരിപൂർണമായിട്ടും എളിമപ്പെടണം. എളിമ അത് വലിയൊരു കാര്യമാണ് മക്കളെ. എളിമ എന്ന പുണ്യം നമ്മൾ ധരിക്കണം. അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷയിലേക്ക്, ഈ 11ാം ദിവസത്തെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഞാൻ വീണ്ടും നിങ്ങളോട് ഒരു കൊച്ചു കാര്യം കൂടി ആവശ്യപ്പെടുകയാണ്. കുമ്പസാരിക്കാവുന്ന ഏതെങ്കിലും മേഖലയിൽ പാപം കടപ്പുണ്ട്, കുമ്പസാരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഈ ദിവസങ്ങളിൽ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുമ്പോൾ പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കുകയാണെങ്കിൽ അത് പോയി കുമ്പസാരിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും പറയുന്നു, അടുത്തടുത്തുള്ള കുമ്പസാരം അത് നിങ്ങളെ ഒത്തിരി വളർച്ചയിലേക്ക് നയിക്കും. പരിശുദ്ധ കുർബാന മുടങ്ങരുതേ, തിരുവചന വായന മുടങ്ങരുതേ, സമ്പൂർണ്ണ ജപമാല ചൊല്ലാനായിട്ട് പരിശ്രമിക്കണമേ. വെള്ളിയാഴ്ച ദിവസം, ബുധനാഴ്ച ദിവസം ഉപവാസമോ, ഒരു നേരമോ, ഇല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണപദാർത്ഥത്തിന്റെ ഉപേക്ഷയോ, സോഷ്യൽ മീഡിയയുടെ ഉപേക്ഷയോ, പഞ്ചേന്ദ്രിയ ഉപവാസമോ, ഇതൊക്കെ പ്രിയപ്പെട്ടവരെ ഒന്ന് നടത്തി നമുക്ക് ക്രിസ്തുവിന്റെ മാർഗത്തിലൂടെ അമ്മയുടെ കൈ പിടിച്ച് സ്വർഗത്തിലെത്തണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഭൗതിക നേട്ടമല്ല ലക്ഷ്യം. നമുക്ക് സ്വർഗത്തിലെത്താനുള്ള വലിയൊരു മാർഗത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇതിൽ നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകണം. ഒരാൾ പോലും, ഇതിൽ തുടങ്ങിയിട്ടുള്ള ഒരാൾ പോലും മാറിപ്പോകരുത്. നമ്മൾ ഓരോ പുണ്യം അഭ്യസിച്ച് ഇതിന്റെ പൂർണ്ണതയിൽ നമുക്ക് എത്തണം. നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. വിശുദ്ധ കുരിശനാൽ മുദ്ര ചെയ്യണം. ഇതെന്നും പ്രധാനപ്പെട്ട കാര്യമാട്ടോ പ്രിയപ്പെട്ടവരെ. പ്രഭാതത്തിലായാലും അസ്വസ്ഥതയുണ്ടാകുമ്പോഴും, തകർച്ച വരുമ്പോഴും, വിഷമം ഉണ്ടാകുമ്പോഴും, പ്രലോഭനം വരുമ്പോഴും നിങ്ങൾ വിശുദ്ധ കുരിശനാൽ മുദ്ര ചെയ്ത് ഏറ്റവും നല്ലൊരു ഡെലിവറൻസ് പ്രയറാ, ഏറ്റവും എളുപ്പമുള്ള ഡെലിവറൻസ് പ്രയറാ. അതുകൊണ്ട് ഈ നിമിഷം ഇതിൻ്റെ ആരംഭത്തിൽ തന്നെ എല്ലാ പൈശാചിക ശക്തികളും, പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയെ അലട്ടുന്ന, അല്ലെങ്കിൽ നമുക്കിത് ഗ്രഹിക്കാൻ പറ്റാതെ, നമുക്കിതിനോട് താല്പര്യം കുറയ്ക്കുന്ന, ഇതിൽ നിന്ന് നമ്മളെ അകറ്റുന്ന എല്ലാ പൈശാചിക ശക്തികളും വിട്ടുമാറാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിന്ന് അല്പം ത്യാഗമെടുത്ത് ഏറ്റവും എളിമപ്പെട്ട് ഈശ്വരന്റെ സ്നേഹം കൊണ്ട് നമുക്ക് വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്ത് അമ്മയോട് ചേർന്ന് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിന്ന് ഇടത് കരം ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് വലത് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് ഭജിച്ചു,
പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലിനിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വരാമാലയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിപ്പാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. രണ്ട് കരങ്ങളും നമുക്ക് യാചനയോടെ പിടിക്കാം. പരിശുദ്ധാത്മാവിന്റെ ഒരഗ്നി, ഒരു തീ അഭിഷേകം വേണം. ഹല്ലേലൂയ. അഗ്നിയുടെ പ്രത്യേകത എന്താ? അത് ശുദ്ധീകരിക്കും, കത്തിച്ച് ചാമ്പലാക്കും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങുമ്പോൾ നമ്മിൽ എന്തെങ്കിലും തിന്മ കിടപ്പുണ്ടെങ്കിൽ, എന്തെങ്കിലും അശുദ്ധി കിടപ്പുണ്ടെങ്കിൽ, ദൈവത്തിന് ചേരാത്ത കാര്യം കിടപ്പുണ്ടെങ്കിൽ അത് കത്തിച്ച് ചാമ്പലാക്കി വിശുദ്ധീകരിക്കും. പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുമ്പോൾ നടക്കുന്ന കാര്യം ഇത് തന്നെയാ. പരിശുദ്ധി അമ്മ മാതാവ് പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയും പരിശുദ്ധാത്മാവ് ശുദ്ധീകരിക്കുന്നു, രൂപാന്തരപ്പെടുത്തുന്നു, കൃപയാലും അഭിഷേകത്താലും നിറയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം ഈ ആത്മാവിന്റെ അഗ്നി, ഈ തീയ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങുവാനും ശുദ്ധീകരിക്കാനും ജ്വലിക്കാനുമായിട്ട് ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുക. നമുക്ക് കരങ്ങൾ യാചനയോടെ പിടിച്ച് എല്ലാവരും ഒന്ന് ചേർന്ന് അമ്മയോട് ചേർന്ന് ഉറക്കെ സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. കരമടിച്ച ശക്തിയോടെ അഭിഷേകം. വെയിലുണക്കിയ മുൾപ്പടർപ്പിൽ തീ പിടിച്ചതുപോലെ തീയഭിഷേകം, ഓ തീയഭിഷേകം. നീറി നിന്ന എന്റെ ചങ്കിൽ റൂഹതരം നല്ലോ തീയഭിഷേകം, ഓ തീയഭിഷേകം. വെയിലുണക്കിയ മുൾപ്പടർപ്പിൽ തീ പിടിച്ചതുപോലെ തീയഭിഷേകം, ഓ തീയഭിഷേകം. നീറി നിന്ന എന്റെ ചങ്കിൽ റൂഹതരം നല്ലോ തീയഭിഷേകം, ഓ തീയഭിഷേകം. തീ തീ തീയഭിഷേകം, തീ തീ തീയഭിഷേകം, തീ തീ തീയഭിഷേകം. എന്തോരാനന്ദം. തീ തീ തീയഭിഷേകം, തീ തീ തീയഭിഷേകം, തീ തീ തീയഭിഷേകം. എന്തോരാനന്ദം. തീയഭിഷേകം, 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 ഹല്ലേലൂയ. തീയഭിഷേകം, 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 തീയഭിഷേകം. പരിപൂർണമായിട്ട് സമർപ്പിച്ച മക്കളെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇറങ്ങട്ടെ. അഗ്നി ജ്വലിക്കും. നമ്മൾ ജ്വലിക്കണം മക്കളെ. കത്തിപ്പടരേണ്ട മക്കളാ, നമ്മൾ ഉണരേണ്ട മക്കളാ. ഉറങ്ങിയിരിക്കേണ്ട മക്കളല്ല, നിദ്ര വിട്ട് ഉണർന്ന് അമ്മയുടെ അന്ത്യകാല പ്രേക്ഷിതരാകാനുള്ള മക്കളാ. അമ്മയുടെ ഏറ്റവും ശക്തമായ ഉപകരണമാകാനുള്ള മക്കളാ. എല്ലാ മക്കളും ഒന്ന് ചേർന്ന് ഈ വലിയ തീയഭിഷേകത്തിന് വേണ്ടി ഉണർന്ന് ഉറക്കെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. തീയണയ്ക്കുന്ന വെള്ളത്തിലും തീ ജ്വലിക്കുന്ന
എന്ന പോലെ, തീയണയ്ക്കുന്ന വെള്ളത്തിലും തീ ജ്വലിക്കുന്നു എന്ന പോലെ, എന്റെ മനസ്സിന്റെ സങ്കടത്തിൽ, എന്റെ മനസ്സിന്റെ നൊമ്പരത്തിൽ തീ കൊളുത്തി നീ വന്നിടുമ്പോൾ എന്തോരാനന്ദം. എന്റെ മനസ്സിന്റെ സങ്കടത്തിൽ, എന്റെ മനസ്സിന്റെ നൊമ്പരത്തിൽ തീ കൊളുത്തി നീ വന്നിടുമ്പോൾ എന്തോരാനന്ദം. തീ അഭിഷേകം, അഭിഷേകം, തീ അഭിഷേകം, അഭിഷേകം, തീ അഭിഷേകം, 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 അഭിഷേകം. വെയിലുണക്കിയ മുൾപ്പടർപ്പിൽ തീ പിടിച്ചതുപോലെ തീ അഭിഷേകം, ഓ തീ അഭിഷേകം. നീറി നിന്ന എന്റെ ചങ്കിൽ റൂഹ തരും നല്ലോ തീ അഭിഷേകം, ഓ തീ അഭിഷേകം. തീ 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 അഭിഷേകം, തീ 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 അഭിഷേകം, തീ 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 അഭിഷേകം, എന്തോരാനന്ദം. തീ 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 അഭിഷേകം, തീ 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 അഭിഷേകം, തീ 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 അഭിഷേകം, എന്തോരാനന്ദം. തീ 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 അഭിഷേകം, തീ 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 അഭിഷേകം, തീ 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 അഭിഷേകം, എന്തോരാനന്ദം. തീ 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 അഭിഷേകം, തീ 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 അഭിഷേകം, തീ 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 അഭിഷേകം, എന്തോരാനന്ദം. കരമുയർത്തി വിളിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ ആരാധന, 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 ആരാധന. ആത്മാവേ ആരാധന, 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 ആരാധന. കണ്ണടയ്ക്കാം. രണ്ട് കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാം. പ്രിയപ്പെട്ടവരെ, മോശ എരിഞ്ഞിട്ട് തികത്തിയിട്ട് മെരിയാതെ നിൽക്കുന്ന ഒരു മുൾപ്പടർപ്പ് കണ്ടു. യഥാർത്ഥത്തിൽ പരിശുദ്ധി അമ്മയാ ആ മുൾപ്പടർപ്പ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി പൂർണ്ണതയിൽ വന്നിട്ടും ഒട്ടും മാറ്റമില്ലാതെ നിന്നതാ. മോശ മലയുടെ മുകളിലേക്ക് കയറിയപ്പോൾ ചെരുപ്പൂരി മാറ്റി. പക്ഷെ അമ്മയ്ക്കത് മാറ്റേണ്ട വന്നില്ല. കാരണം അമ്മയില് പാപത്തിന്റെ ഒരു കണിക പോലുമില്ല. പ്രിയപ്പെട്ട മക്കളെ, ദൈവ സാന്നിധ്യത്തിന്റെ അടയാളമാ മുൾപ്പടർപ്പിലുള്ള അഗ്നിജ്വലനം. പരിശുദ്ധി അമ്മ ദൈവ സാന്നിധ്യം പൂർണ്ണതയിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ്. ഈ അമ്മയെ മനസ്സിൽ കാണാം, ഈ അമ്മയെ മനസ്സിൽ കാണാം. ജന്മപാപമില്ലാത്ത അമ്മ മാതാവ്. അമ്മേ, ഏറ്റവും വിശുദ്ധമായ ജീവിതം നയിക്കാൻ ഞങ്ങൾക്കൊരു കൃപ തരണം. ഈ നിമിഷം പ്രാർത്ഥിച്ച മക്കളെ മനസ്സിൽ, ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഞങ്ങളിത് അങ്ങേ സങ്കേതത്തിൽ അഭയത്തിനായിട്ട് ഓടി അണയുന്നു. പാപികളാ ഞങ്ങളുടെ മേൽ അലിവാർന്ന് അങ്ങേ തിരുക്കുമാറിനോട് ഞങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കണമേ. നരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധി അമ്മേ, ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും കൂട്ടായ്മയുടെയും ഈ ശുശ്രൂഷയുടെയും തിരുസഭയുടെയും സൃഷ്ടപ്രപഞ്ചത്തിന്റെയും നാശത്തെ ആഗ്രഹിക്കുന്ന പിശാചിന്റെ എല്ലാ ആഗ്രഹങ്ങളും, അവന്റെ എല്ലാ കുടില തന്ത്രങ്ങളും അമ്മയുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന് ഈ നിമിഷം തകർത്ത് കളയണമേ. ക്രിസ്തുനാഥ, നിത്യപിതാവിന്റെ പുത്ര, ഞങ്ങളുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക അധപ്പതനം, യുദ്ധം, ദുരന്തം, കലഹം, പ്രകൃതിക്ഷോഭം, പകർച്ചവ്യാധി ആദ്യാവിൽ നിന്നെല്ലാം ഞങ്ങൾ സംരക്ഷിതരാകട്ടെ. പരിശുദ്ധി അമ്മേ, ഞങ്ങളുടെ അഭിഭാഷകയായിട്ട് കൂടെ ഉണ്ടാകണം. പരിശുദ്ധാത്മാവേ വരണമേ. അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ. ഞങ്ങളിൽ നിറയണമേ, അഭിഷേകം ചെയ്യണമേ. കരങ്ങൾ ഹൃദയത്തിൽ ചേർക്കാം. പ്രിയപ്പെട്ടവരെ, കണ്ണടയ്ക്കാം. അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിന് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും നമ്മുടെ എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷ്ഠ നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ഏറ്റുചൊല്ലാമോ? ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകാമറിയമേ, ദൈവത്തിന്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അങ്ങയെ എന്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. പിശാചിനെയും എല്ലാ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും പരിത്യജിച്ചുകൊണ്ട് അങ്ങേ വിമല ഹൃദയത്തിന് തന്നെ പ്രതിഷ്ഠിക്കുന്നു.
പ്രതിഷ്ഠിക്കുന്നു. ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ ഞാൻ അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. എന്റെ എല്ലാ സത്പ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ യോഗ്യതകളും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളുടെ യോഗ്യതകളോട് ചേർത്ത് അങ്ങേ തൃപ്പാദത്തിങ്കൽ ഞാൻ കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അങ്ങേ ഹിതാനുസരണം വിനിയോഗിച്ചു കൊള്ളണമേ. ആമേൻ, 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 ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ശാന്തമായിട്ട് സ്വസ്ഥാനങ്ങളിലിരിക്കുക. പ്രിയപ്പെട്ട അമ്മ മാതാവിന്റെ മക്കളെ, 11ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചേക്കുക. ഇന്ന് നമ്മൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മേഖല, പരിശുദ്ധ അമ്മ ലാളിത്യത്തിൻ്റെ മാതൃക, ഇല്ലെങ്കിൽ പരിശുദ്ധ അമ്മ എളിമയുടെ മാതൃക എന്ന വിഷയമാണ്. ഒത്തിരി ആഴത്തിൽ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും ഇതിനെക്കുറിച്ച് നല്ല വെളിപ്പെടുത്തൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരു കുഞ്ഞി ചിന്ത മാത്രം ഞാൻ ഇന്ന് നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുക. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയുടെ അടയാളമാണ് യഥാർത്ഥത്തിൽ ലാളിത്യം. എളിമയുടെ പ്രകടമായിട്ടുള്ള ഭാവമാണ് ലാളിത്യം. എന്ന് വെച്ചാൽ എളിമ, ലാളിത്യം, വിശുദ്ധി, ഈ 3 കാര്യം ഏതൊരു വ്യക്തിയിലുണ്ടോ ആ വ്യക്തിയിലേക്ക് കൃപയൊഴുകിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെ നോക്കിക്കേ. അമ്മയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ അമ്മയിൽ നിറഞ്ഞു നിന്ന 3 കാര്യമാണ് എളിമ, ലാളിത്യം, ഒപ്പം വിശുദ്ധി. പ്രിയപ്പെട്ടവർ, ഈ 3 കാര്യം പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്നപ്പോൾ ആ കാണുന്ന അമ്മയിൽ ദൈവം പ്രസാദിച്ചു. അപ്പൊ നമ്മളിൽ ദൈവം പ്രസാദിക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം എന്താണെന്ന് ചോദിച്ചാൽ, എളിമയുണ്ടോ, ലാളിത്യമുണ്ടോ, വിശുദ്ധിയുണ്ടോ, നമ്മിൽ ദൈവം പ്രസാദിക്കും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ലിയോ 13ാം മാർപ്പാപ്പ പരിശുദ്ധ അമ്മയെ വിളിക്കുന്ന എളിമയുടെ പുത്രി എന്ന ഇപ്രകാരമാണ്. എന്നിട്ട് ലിയോ 13ാം മാർപ്പാപ്പ പറയുവാണ്, മറിയത്തിന്റെ സമ്പന്നത അവളുടെ എളിമയിലും ലാളിത്യത്തിലുമാണ്. എന്നിട്ട് മാർപ്പാപ്പ ചേർത്ത് പറയുവാണ്, എളിമ എന്ന് വെച്ചാൽ പരിശുദ്ധ അമ്മ ഒരു പട്ടണത്തിൽ, അതിലും ഒരു ഭവനത്തിൽ അവൾ അജ്ഞാതിയായിട്ട് ജീവിച്ചു. തൻ്റെ രഹസ്യ ജീവിതത്തിലും വീട്ടിലെ ദാരിദ്ര്യത്തിലും അവൾ ഏറ്റവും അധികം സംതൃപ്തയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ജീവിതം ലിയോ 13ാം മാർപ്പാപ്പ പറയുന്ന കാര്യം ഇതാണ്. ഒരു പട്ടണത്തിൽ, ഒരു ഭവനത്തിൽ അജ്ഞാതിയായിട്ട്, ആരും അറിയാതെ ദാരിദ്ര്യത്തില് അവിടെ ചേർത്ത് വെക്കുന്ന ഒരു കാര്യമുണ്ട്, സംതൃപ്തിയോടെ ജീവിച്ചു. എളിമയുള്ള, ലാളിത്യമുള്ള വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണവിശേഷമാണ് സംതൃപ്തി. നമ്മൾ പരിശോധിക്കണം, ഞാൻ സംതൃപ്തനും സംതൃപ്തിയുമുള്ള വ്യക്തിയാണോ? എൻ്റെ കുടുംബത്തിൽ ഞാൻ സംതൃപ്തനാണോ? എനിക്ക് കിട്ടിയ ജീവിത പങ്കാളിയിൽ, എനിക്ക് കിട്ടിയ ഭവനത്തില്, എൻ്റെ ഭക്ഷണത്തില്, എനിക്ക് ദൈവം തന്ന മക്കളില്, എൻ്റെ ജോലിയില്, എൻ്റെ അധ്വാനത്തില്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ മേഖലയും പരിശോധിച്ചിട്ട് നോക്കണം, ഞാൻ സംതൃപ്തനാണോ? അതെയോ എപ്പോഴും പഴി പറച്ചിലാണോ? ഞാൻ പഴി പറയുന്ന, ഞാൻ മുഖം മാറ്റുന്ന, ഞാൻ വിധിക്കുന്ന, ഞാൻ കുറ്റപ്പെടുത്തുന്ന ഒരു മേഖലയാണ് എപ്പോഴും എന്നിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു വലിയ കാര്യം എന്നാണെന്നറിയാമോ? എൻ്റെ ജീവിതത്തിൽ എളിമയും ലാളിത്യവും ഇല്ല എന്നതിൻ്റെ തെളിവാണ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് കടക്കാം. അച്ഛൻ ഇന്ന് ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിലൂടെ ഒന്ന് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുക. എളിമയെക്കുറിച്ച് പരിശുദ്ധ അമ്മയുടെ ജീവിതം എടുത്ത് മറ്റൊരു ഒരു മേഖലയിലൂടെ ഒന്ന് കടത്തിക്കൊണ്ടു പോകാൻ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, പരിശുദ്ധ അമ്മ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് ബത്ലഹേമിലേക്ക് പേരെഴുതിപ്പിക്കാനായിട്ട് പോകുക.
ഈ പോകുന്ന സമയത്ത് പരിശുദ്ധി അമ്മയ്ക്ക് പ്രസവവേദനയായി. അവൾക്ക് തൻ്റെ കുഞ്ഞിനെ പ്രസവിക്കണം. യൗസേ പിതാവ് കൂടെയുണ്ട്. ഭവനം അന്വേഷിക്കുന്നു, കിട്ടുന്നില്ല. സത്രങ്ങൾ അന്വേഷിക്കുന്നു, കിട്ടുന്നില്ല. അവസാനം അവരെന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു നിമിഷം. ഇവിടെയാണ് പരിശുദ്ധി അമ്മയുടെ ഒരു എളിമയുടെ ലാളിത്യത്തിൻ്റെ ഒരു ആത്മീയത നമ്മൾ കണ്ടുപഠിക്കേണ്ടത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, പരിശുദ്ധി അമ്മ ആരായിരുന്നു, എങ്ങനെയായിരുന്നു ജീവിതം എന്ന് വെച്ചാൽ, പരിശുദ്ധാത്മാവ് പരിപൂർണമായിട്ടും പൂർണ്ണതയിൽ നിറഞ്ഞ വ്യക്തിയ പരിശുദ്ധി അമ്മ. പരിശുദ്ധി അമ്മയിൽ വരങ്ങളുണ്ട്. പരിശുദ്ധി അമ്മയിൽ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ കടപ്പുണ്ട്. പരിശുദ്ധി അമ്മയിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പൂർണ്ണതയിൽ കടക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധി അമ്മ. ഇനി തൊട്ടപ്പുറത്ത് നിൽക്കുന്ന യൗസേ പിതാവിലോ, ദൂതൻ എപ്പോഴും പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് യൗസേ പിതാവ്. അവരുടെ ജീവിതത്തിൽ വരുന്ന കാര്യം എന്താ? തൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാനായിട്ട് സ്ഥലം കിട്ടാതെ വരുന്ന ഒരവസ്ഥ. ഇതെല്ലാം പൂർണ്ണതയിലുണ്ടെങ്കിലും അവർക്ക് കിട്ടാതെ പോകുന്ന കാര്യം, ഈ ഭൂമിയിൽ ദൈവത്തിന്റെ പുത്രന് ജനിക്കാൻ സ്ഥലം കിട്ടാതെ വരുന്നു. അപ്പോൾ അവരെന്താ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ? ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. അവർ രണ്ടുപേരും അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ദർശനമെടുക്കാൻ പോകുന്നില്ല. അവർ രണ്ടുപേരും പരിശുദ്ധാത്മാവ് പ്രത്യക്ഷപ്പെട്ട, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്നില്ല. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താനായിട്ട് അവർ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നില്ല. ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് വഴി കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തിന്റെ ദൂതന് വേണ്ടി പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുന്നില്ല. മറിച്ച് അവർ ചെയ്യുന്ന ഒരു കൊച്ചു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. സാധാരണ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു കാര്യം വന്നാൽ അവർ എപ്രകാരമാണ് പെരുമാറുന്നത്, അതുപോലെ ഇവിടെ പരിശുദ്ധയമ്മയും യൗസേ പിതാവും പെരുമാറുക. ഇവിടെ അമ്മ പഠിപ്പിക്കുന്ന ആത്മീയത എന്നാണെന്നറിയണോ? ആത്മീയ വരങ്ങളും ആത്മീയ കൃപകളും ജീവിതം എളുപ്പമാക്കാൻ വേണ്ടിയുള്ളതല്ല. 2, ആത്മീയ വരങ്ങളും ആത്മീയ കൃപകളും അധ്വാനം കുറയ്ക്കാൻ വേണ്ടിയുള്ളതല്ല. 3, ആത്മീയ വരവും ആത്മീയ കൃപകളും കുരിശുകൾ നീക്കാനും മാറ്റാനും വേണ്ടി അല്ല ഉപയോഗിക്കണ്ടേ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇതാണ് പ്രിയപ്പെട്ടവർ ഈ കാലഘട്ടത്തിന് വന്നിരിക്കുന്ന വലിയൊരു ഭവിഷ്യത്ത്. എന്ന് വെച്ചാൽ മനുഷ്യൻ വരങ്ങളുടെ പിന്നാലെ പരക്കം പായുക, വരമുള്ളവന്റെ കൃപയുള്ളവന്റെ പിന്നാലെ പോണം. ഇത് വേണ്ടെന്നല്ല പറയണേ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ഒരിക്കലും ഇത് വിമർശനാത്മകമായിട്ട് ചിന്തിച്ചേക്കരുത്. കാരണം നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയാ പറയണേ. പക്ഷേ തെറ്റായ ഒരു ആത്മീയത ലോകത്ത് പടരുന്നുണ്ടെങ്കിൽ തിരുത്തേണ്ട കാര്യം പരിശുദ്ധി അമ്മ നമുക്ക് വെളിപ്പെടുത്തുക. എന്ന് വെച്ചാൽ വരമുള്ളവന്റെ അടുത്ത് പോവണ്ട എന്നല്ല. പക്ഷെ എന്തിനാ പോകുന്നേ? നിന്റെ ജീവിതം എളുപ്പമാക്കാൻ വേണ്ടിയാണ് പോകുന്നതെങ്കിൽ തെറ്റാ. നിന്റെ അധ്വാനം കുറയ്ക്കാൻ വേണ്ടിയാണ് പോകുന്നെങ്കിൽ തെറ്റാ. നിന്റെ കുരിശ് മാറിക്കിട്ടാൻ വേണ്ടിയാണ് പോകുന്നെങ്കിൽ തെറ്റാ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ കുരിശ് മാറാൻ വേണ്ടി വരമുള്ള വ്യക്തിയെ, ദൈവത്തിന്റെ വരത്തെ എടുത്താല് നമുക്ക് എങ്ങനെയാണ് സ്വർഗത്തിൽ പോകാൻ പറ്റുന്നത്? കാരണം ക്രിസ്തു കുരിശിന്റെ മാർഗത്തിലൂടെ നമ്മൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയേക്കണേ. അപ്പൊ നമ്മളും സ്വർഗത്തിൽ പോകണമെങ്കിൽ കുരിശ് മാറിക്കിട്ടിയിട്ടല്ല പോവണ്ടേ, മറിച്ച് കുരിശുമായിട്ടാ പോവണ്ടേ. അധ്വാനം കുറച്ച് ജീവിതം ഈസിയാക്കിയിട്ട് എങ്ങനെയാ മക്കളെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുന്നേ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മൾ അധ്വാനിച്ചു ഫലം കണ്ടെത്താനും ആ അധ്വാനത്തിലൂടെ നമ്മുടെ ഒരു വിശുദ്ധീകരണം നടക്കാനുമായിട്ട് ദൈവം ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആ അധ്വാനം കുറയ്ക്കാൻ വേണ്ടി ആകരുത് ദൈവകൃപ വരമുള്ളവനെ ആശ്രയിക്കേണ്ടേ. നമ്മുടെ ജീവിതം എപ്പോഴും ഈസിയാക്കി തീർക്കാൻ വേണ്ടിയല്ല വരമുള്ളവനെ അന്വേഷിച്ചു പോകണ്ടേ. ഇന്നത്തെ കാലഘട്ടം നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, ഇതിന്റെ പിന്നാലെ മനുഷ്യൻ പരക്കം പായുന്ന ഒരു ആത്മീയത. കൊറോണയ്ക്ക് മുമ്പ് ഈ ഒരു ആത്മീയത ഒന്ന് ശക്തി പ്രാപിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ ഇപ്രകാരം ഒരു പകർച്ചവ്യാധി കയറി പിടിച്ചു. ആ സമയത്ത് ഏറ്റവും കൂടുതൽ വിശ്വാസം നഷ്ടപ്പെട്ട് ദൈവത്തെ ചോദ്യം ചെയ്ത വ്യക്തികൾ ആരാണെന്ന് ചോദിച്ചാൽ ഇപ്രകാരം കുരിശു മാറിക്കിട്ടാനായിട്ട് പോയവരും അധ്വാനം കുറയ്ക്കാൻ വേണ്ടി പോയവരും ജീവിതം എളുപ്പമാക്കാൻ വേണ്ടി വരമുള്ളവന്റെ അടുത്ത് പോയിക്കൊണ്ടിരുന്നവരുടെ ജീവിതമാണ്, അവരുടെ വിശ്വാസമാണ് ഏറ്റവും കൂടുതൽ ക്ഷയിച്ചു പോയത്.
പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ മനസ്സിലാക്കിക്കേ, ഇന്ന് ക്രിസ്ത്യാനി ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന കാര്യം എന്താണെന്നറിയാമോ? അവന്റെ ജീവിതത്തിൽ സഹനം വന്നു, ചെറിയ വേദന വന്നു, അവൻ ഓടുക. അവൻ്റെ ഒരു കുഞ്ഞു കുരിശ് പോലും, ഒരു കുഞ്ഞു സഹനം പോലും, ഒരു കുഞ്ഞു പീഡ പോലും, ഒരു കുഞ്ഞു രോഗം പോലും അവന് സഹിക്കാൻ പറ്റുന്നില്ല. അവൻ ഓടുക. ഇത് മാറിക്കിട്ടണം. ഇത് മാറാൻ ഒരാളുടെ അടുത്ത് പോയി, അത് മാറിയാൽ 2 ആഴ്ച കഴിയുമ്പോൾ അടുത്തത്. ഇത് മാറാൻ വേണ്ടി വീണ്ടും അടുത്ത ആളുടെ അടുത്ത്, അടുത്ത സ്ഥലത്തേക്ക്. മക്കളെ, പോകണ്ടെന്നല്ല അച്ഛൻ പറയുന്നത്. അത്ഭുതം നടക്കുന്നിടത്ത് പൊക്കോ, വരമുള്ളവന്റെ അടുത്ത് പൊക്കോ പ്രിയപ്പെട്ടവരെ. പക്ഷേ കുരിശു മാറാനായിരിക്കരുത്, സ്വർഗത്തിലേക്ക് പോകാനുള്ള കൃപ കിട്ടാനായിരിക്കണം. ആത്മീയ കൃപകളെയും ആത്മീയ വരങ്ങളെയും ഓരോ ക്രൈസ്തവനും ഉപയോഗിക്കേണ്ടത് എന്നുള്ള ആത്മീയതയാണ് പരിശുദ്ധ അമ്മ മാതാവ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയുടെ 12-ാം വയസ്സ് നോക്കിക്കേ, ദേവാലയത്തിൽ വെച്ച് കാണാതാകുക. ഏതൊരു അമ്മയ്ക്കാ സങ്കടമില്ലാത്ത? തൻ്റെ മകനെ കാണാതെ ഒരവസ്ഥ വരുമ്പോൾ അമ്മ തകരും. പ്രിയപ്പെട്ടവർ, 2 ദിവസത്തെ വഴി പിന്നിട്ടു. അവർ നോക്കുമ്പോൾ മകനില്ല. എന്ത് സംഭവിച്ചു? അവർ തങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നവരോട് ചോദിക്കുന്നുണ്ട്, ചർച്ചക്കാരോട് ചോദിക്കുന്നുണ്ട്, കണ്ടുമുട്ടുന്നവരോടെല്ലാം ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു മകനെ കണ്ടോ? ഇവിടെയും പരിശുദ്ധി അമ്മ ഇത് തന്നെയാ കാണിച്ചു തരുന്നേ. വേണമെങ്കിൽ യൗസേ പിതാവിനും പരിശുദ്ധി അമ്മയ്ക്കും ഒരുമിച്ചിരുന്ന് 2 പേർക്കും കൈ കോർത്ത് പിടിച്ച് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാം, ദർശനമെടുക്കാം. പക്ഷെ അവരതല്ല ചെയ്തേ, അന്വേഷിക്കുക, സാധാരണ മനുഷ്യൻ ചെയ്യുന്ന പോലെ. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞേ, അത്ഭുതം കാണാൻ വേണ്ടി ആകരുത് ആത്മീയ വരങ്ങൾ, കുരിശു മാറാൻ വേണ്ടി ആകരുത് ആത്മീയ കൃപകൾ, ജീവിതം ഈസിയാകാൻ വേണ്ടി ആകരുത് ആത്മീയ വരങ്ങൾ, അധ്വാനം നടക്കാതെ ഈസിയാക്കാൻ വേണ്ടി ആകരുത് മക്കള്. ഇത് പരിശുദ്ധ അമ്മയിൽ നിന്നും പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരാത്മീയതയാണ്. ഇവിടെയാണ് പരിശുദ്ധ അമ്മയുടെ എളിമ എന്നുള്ള ആത്മീയത വർദ്ധിച്ചു വന്നേക്കണേ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവിന്റെ കൃപകൾ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാ. പക്ഷെ പരിശുദ്ധ അമ്മ എപ്പോഴെങ്കിലും ഒരു അത്ഭുതം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? അമ്മയ്ക്ക് ഇഷ്ടം പോലെ അത്ഭുതം ചെയ്യായിരുന്നു. കാരണം അത്രമാത്രം കൃപയുള്ള വ്യക്തിയാ, വരമുള്ള വ്യക്തിയാ, അഭിഷേകമുള്ള വ്യക്തിയാ, അല്ലെങ്കിൽ ഫലം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാ. പക്ഷെ ഒരിടത്തും പരിശുദ്ധ അമ്മ അത്ഭുതം ചെയ്ത് ജനപ്രീതി നേടിയെടുക്കാൻ നോക്കുന്ന കണ്ടിട്ടില്ല. ജനങ്ങളുടെ മഹത്വം കിട്ടാനായിട്ട് നോക്കുന്ന കണ്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അവസരം പലതും അമ്മയ്ക്കുണ്ടായിരുന്നു. തൻ്റെ മകന്റെ ദൈവത്വത്തോട് ചേർന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അമ്മയ്ക്ക് അവസരം കിട്ടി, ചെയ്തിട്ടില്ല. മകൻ രാജകീയ പ്രവേശനവുമായിട്ട് ജെറുസലേമിലേക്ക് കയറുന്ന സമയത്ത് അമ്മയ്ക്ക് കൂടെ നടന്നാൽ ഈ ജനപ്രീതി മുഴുവൻ കിട്ടുമായിരുന്നു. പക്ഷെ അമ്മ ചെയ്ത കാര്യം എന്താ? ഒരു ഭവനത്തിൽ ആരാലും അറിയപ്പെടാതെ അജ്ഞാതയായിട്ട് ദാരിദ്ര്യത്തിൽ അവൾ ഒതുങ്ങിക്കൂടി ജീവിക്കുക. ഇവിടെ പരിശുദ്ധ അമ്മ പഠിപ്പിക്കുന്ന 2 ആത്മീയതകളുണ്ട്. ഒന്നാമത്തെ ആത്മീയത എന്നാന്ന് ചോദിച്ചാൽ, അത്ഭുതം കൊണ്ടല്ല ജീവിത പ്രശ്നങ്ങളെ നേരിടേണ്ടത്, മറിച്ച് കുരിശുകൊണ്ടാകണം ജീവിത പ്രശ്നങ്ങളെ നേരിടേണ്ടേ. കേട്ടോ? അത്ഭുതം കൊണ്ടല്ല ജീവിത പ്രശ്നങ്ങളെ നേരിടേണ്ടത്, മറിച്ച് കുരിശുകൊണ്ടാകണം. ഇന്ന് നമ്മളെങ്ങനെയാ മക്കളെ? ഞാൻ വീണ്ടും പറയോട്ടോ, അച്ഛൻ വിമർശിക്കല്ല കേട്ടോ. നമ്മൾ കുരിശു മാറാൻ ഇങ്ങനെ പോകും. എത്ര പേരുടെ അടുത്താ പോയേക്കണേ? എടാ മാറിയോ? നീ എത്ര സ്ഥലത്ത് കബളിക്കപ്പെട്ടേക്കണേ? അവസാനം നീ എത്ര പേര് നിന്നോട് ഓരോ പറഞ്ഞിട്ടും രക്ഷപ്പെട്ടോ? മക്കളെ, ഞാൻ അതുകൊണ്ടാ പറയണേ, നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ മാറേണ്ടത് അത്ഭുതം തേടി പോകല്ല. നിങ്ങളിങ്ങനെ ഈ ആത്മീയത നമ്മളെ കുടുക്കലാക്കും, സ്വർഗം നഷ്ടപ്പെടുത്തുന്ന ഒരു ആത്മീയത ഈ അത്ഭുതം തേടിയുള്ള പോക്ക്. നമുക്ക് തന്നിരിക്കുന്ന വഴി, ക്രൈസ്തവന്റെ വഴി കുരിശിന്റെ വഴിയാന്ന്. നീ ആ കുരിശിന്റെ വഴി, നിനക്കൊരു കുരിശ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുരിശ് മാറാനല്ല, കുരിശിലൂടെ നിന്റെ രക്ഷയും നിന്റെ കുടുംബാംഗങ്ങളുടെ രക്ഷയും നിന്റെ തലമുറയുടെ രക്ഷയും അതിലൂടെ നീ നേടിയെടുത്തേ. ഇതല്ലേ പരിശുദ്ധി അമ്മ കാണിച്ചു തരുന്നേ? അമ്മ പഠിപ്പിക്കുന്ന കാര്യം, ജീവിത പ്രശ്നം ഒരിക്കലും
അത്ഭുതം കൊണ്ടല്ല നേരിടേണ്ടത്, മറിച്ച് കുരിശ്. ആ കുരിശ് ഉപേക്ഷിച്ചിട്ട് അത്ഭുതത്തിന്റെ പിന്നാലെ പൊക്കോ മക്കളെ. ഒരിക്കലും നമ്മുടെ പ്രശ്നം തീരുകയില്ലെന്ന് മാത്രമല്ല, നമുക്ക് സ്വർഗം നഷ്ടപ്പെടുന്നു എന്നുള്ളതാ, വിശുദ്ധീകരണം നഷ്ടപ്പെടുന്നു എന്നുള്ളതാ. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഇവിടെ അമ്മ പഠിപ്പിക്കുന്ന മറ്റൊരു ആത്മീയതയുണ്ട്. മനുഷ്യൻ ഈ കാലഘട്ടത്തിൽ ആത്മീയ ശുശ്രൂഷ ചെയ്യേണ്ടത് ജനപ്രീതി നേടിയെടുക്കാൻ വേണ്ടിയാകരുത്. ഞാൻ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ഇങ്ങനെ ഒന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുക. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് പലപ്പോഴും നമുക്ക് കാണാനായിട്ട് പറ്റുന്നൊരു വേദനിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ജനങ്ങളുടെ ആരവം കിട്ടാൻ, ജനപ്രീതി കിട്ടാൻ, മാധ്യമത്തിൽ പേര് വരാൻ, സപ്ലിമെന്റിൽ പേര് വരാൻ, ഫ്ലെക്സിൽ പേര് വരാൻ, അതിനുവേണ്ടി കാണിച്ചു കൂട്ടുന്ന ആത്മീയ പ്രക്രിയകൾ ഉണ്ടെങ്കിൽ അവിടെ അമ്മ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, കുഞ്ഞേ, നീ ചെയ്യേണ്ട ആത്മീയത ജനപ്രീതിക്ക് വേണ്ടിയല്ല, ഈശോയ്ക്ക് വേണ്ടിയാകണം, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാകണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മൾ സ്വയം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാ മക്കളെ. ആരാലും അറിയപ്പെടാതെ, ആരും അറിയണ്ടെന്നേ. നമുക്ക് ആരുടെയും മഹത്വം വേണ്ട, ആരുടെയും ജനപ്രീതി നമുക്ക് വേണ്ട, ഒരിടത്തും നമ്മുടെ പേരൊന്നും പൊങ്ങി വരണ്ട. ഞാൻ എന്തു ചെയ്തോ അതെന്റെ ഈശോയ്ക്ക് വേണ്ടി, ഈശോയുടെ സ്നേഹത്തെ പ്രതി ഈശോയ്ക്ക് മഹത്വം, ത്രിയേക ദൈവത്തിന് മഹത്വം. ഇതിൻ്റെ അപ്പുറത്ത് മറ്റേത് കാര്യവും ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നതെങ്കിൽ, ശുശ്രൂഷയ്ക്ക് ഇറങ്ങി പുറപ്പെടുന്നെങ്കിൽ, എൻ്റെ അമ്മ പഠിപ്പിക്കുന്ന ഒരു ആത്മീയതയാണ്, എളിമയുടെ ഒരു ആത്മീയതയാണ്. കുഞ്ഞേ, നീ ജനപ്രീതിക്കാകരുത്, ദൈവമഹത്വത്തിനായിരിക്കണം ശുശ്രൂഷ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. വീണ്ടും നമ്മൾ പരിശുദ്ധി അമ്മയിലേക്ക് കടന്നേ. പരിശുദ്ധി അമ്മയുടെ ഭവനത്തിൽ ഈശോയും ശിഷ്യന്മാരും പലപ്പോഴും പോയിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, നമുക്കറിയാം അവിടെ അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഈശോയ്ക്ക് കൃത്യം, ശിഷ്യന്മാർക്കും അറിയാം അമ്മ വിധവയാ, 2 ദാരിദ്ര്യം ആ വീട്ടിൽ ഒത്തിരി ഉണ്ട്. പക്ഷെ നിങ്ങൾ ശരിക്കും പരിശോധിച്ച് നോക്കിയേ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ പോലും ഈ മകന്റെ അടുത്ത് പോയിട്ട് ദൈവത്വമുള്ള ഈ മകന്റെ അടുത്ത് അത്ഭുതം പ്രവർത്തിക്കാൻ ശക്തിയുള്ള ഈ കാണുന്ന മകന്റെ അടുത്ത് പോയിട്ട് അമ്മ പറഞ്ഞിട്ടില്ല, മകനെ, ഈ വീടിന്റെ ദാരിദ്ര്യം നീ കാണുന്നില്ലേ, നിനക്കൊന്ന് മാറ്റി തന്നുകൂടെ, നിനക്കൊരു അത്ഭുതം ചെയ്തുകൂടെ? നീ പഴയ നിയമത്തിൽ കണ്ടിട്ടില്ലേ, പ്രവാചകന്മാരുടെ ഗ്രന്ഥത്തിൽ നീ കണ്ട ഒരു കാഴ്ചയുണ്ടല്ലോ, അവിടെ ഇപ്രകാരം ഒരു വിധവയുണ്ടായിരുന്നു. ആ വിധവയുടെ മാവ് ഒരിക്കലും തീരാത്ത രീതിയിൽ വർദ്ധിപ്പിച്ചു കൊടുത്ത ഒരു ഏലിയ പ്രവാചകനെ നീ കാണുന്നില്ലേ? ആ മകളുടെ എണ്ണ ഒരിക്കലും തീരാത്ത രീതിയിൽ വർദ്ധിപ്പിച്ചു കൊടുത്ത ഒരു ഏലിയ പ്രവാചകനെ കാണുന്നില്ലേ? കുഞ്ഞെ, അവിടെ അത്ഭുതം കണ്ടപ്പോൾ നീ എന്തേ ഈ വീടിന്റെ ദാരിദ്ര്യം ഒന്നും മാറ്റാത്തേ? എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ മനസ്സിലാക്കണ്ടേ, പുത്രന്റെ ദൈവികത മറിയത്തിന്റെ ജീവിതം എളുപ്പമാക്കാനുള്ള വഴിയായിരുന്നില്ല. പുത്രന്റെ ദൈവികത മറിയത്തിന്റെ ജീവിതം എളുപ്പമാക്കാനുള്ള വഴിയായിട്ടല്ല അമ്മ തെരഞ്ഞെടുത്ത്. ഇവിടെ പരിശുദ്ധി അമ്മ പഠിപ്പിക്കുന്ന ഒരു കാര്യപ്രകാരമാണ്, ആത്മീയ കൃപകളെ സ്വകാര്യ ലാഭത്തിനായിട്ട് ഒരിക്കലും ഉപയോഗിക്കരുത്. കേട്ടോ, ആത്മീയ കൃപകളെ സ്വന്തം ലാഭത്തിനായിട്ട് ഉപയോഗിക്കരുത്. അപ്പൊ ചിന്തിക്കണം പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ എൻ്റെ വരം ഉപയോഗിക്കുന്നത് പണത്തിന് വേണ്ടിയാണോ? പണസമ്പാദ്യം ഇതിലൂടെ നടക്കുന്നുണ്ടോ? പേരെടുപ്പ് ഇതിലൂടെ നടക്കുന്നുണ്ടോ? ഒരു ദൈവികത എന്നിലേക്ക് വന്ന് കയറുന്നുണ്ടോ? ഞാൻ സംതിങ് ആണെന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നുണ്ടോ? ഇതിലൂടെ എനിക്ക് എന്തെങ്കിലും മുതലെടുപ്പ് കിട്ടുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കണം. നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിച്ചേക്കരുത്. ഇത് ശരിക്കും പരിശുദ്ധി അമ്മയുടെ ഒരു എളിമയുടെ ലാളിത്യത്തിന്റെ ആത്മീയത നമ്മുടെ ഉള്ളിലേക്ക്, ശുശ്രൂഷകരുടെയൊക്കെ എല്ലാവരുടെയും ഉള്ളിലേക്ക് വരേണ്ട ഒരു ആത്മീയതയാ. നമ്മൾ പരിശോധിച്ച് നോക്കി എൻ്റെ പ്രിയപ്പെട്ടവർ, എന്തോരം പേരാണെന്നറിയാമോ കബളിപ്പിക്കപ്പെടുന്നു. അത് ശരിയാക്കി തരാം, ഇത് ശരിയാക്കി തരാം, അത് മാറ്റിത്തരാം, ഇത് മാറ്റിത്തരാം. ഇതിന്റെ ഫലമായിട്ട് അനേകരിന്ന് വഞ്ചിതരാകുക എന്ന് വെച്ചാൽ നമ്മുടെ ക്രൈസ്തവ ആത്മീയത പലപ്പോഴും പൈസയ്ക്ക് വിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു.
പരിശുദ്ധി അമ്മ ഒത്തിരി വേദനയോടെ പറയുന്ന ഒരു കാര്യമാണ്, കുഞ്ഞേ, സ്വകാര്യ ലാഭം ഉണ്ടാക്കാനായിട്ട് ദൈവിക വരങ്ങളെയും ദൈവിക കൃപകളെയും കുഞ്ഞുങ്ങളെ ഉപയോഗിക്കല്ലേ, തെറ്റാണ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മൾ ഇങ്ങനെ ഒത്തിരി എണ്ണത്തിൽ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി മാറണത് നമുക്ക്. ഇവിടെയൊക്കെയാണ് പരിശുദ്ധി അമ്മ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം. വീണ്ടും പരിശുദ്ധി അമ്മയുടെ ജീവൻ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റുന്നൊരു കാര്യമുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധി അമ്മ നമുക്ക് പഠിപ്പിച്ചു തരുന്ന മറ്റൊരു ആത്മീയ മേഖലയുണ്ട്. അത് മറ്റൊന്നുമല്ല, പരിശുദ്ധി അമ്മ ദൈവമാതാവാ. പരിശുദ്ധി അമ്മ അമലോത്ഭവയാ. പരിശുദ്ധി അമ്മ നിത്യകന്യകയാ. ഇത് കൃത്യമായിട്ടും പരിശുദ്ധി അമ്മയ്ക്ക് അറിയായിരുന്നു. പക്ഷെ അമ്മ പേരെടുക്കാനായിട്ട് ഈ കാണുന്ന കാര്യം ഒരിടത്തും അവതരിപ്പിക്കുന്നില്ല. നിങ്ങൾ പരിശോധിച്ച് നോക്കിയോ, ഒരിടത്തും പരിശുദ്ധ അമ്മ മാതാവ് പേരെടുക്കാനായിട്ട് തൻ്റെ ഈ കാണുന്ന കാര്യം പ്രകടിപ്പിക്കാനായിട്ട് നോക്കിയിട്ടില്ല. ഇത് മറ്റുള്ളവരോട് പറയാനായിട്ട് നോക്കിയിട്ടില്ല. ഇതിലൂടെ കിട്ടുന്ന ഒരു മഹത്വമുണ്ട്, ജനപ്രീതിയുണ്ട്, അത് കിട്ടാനായിട്ട് നോക്കിയിട്ടില്ല. പക്ഷെ പരിശുദ്ധ അമ്മ ചെയ്ത കാര്യം എന്താ? ദൈവം എന്നാണോ ഇത് പ്രകടമാക്കുന്ന സംസാരിക്കുന്ന അന്നുവരെ പരിശുദ്ധി അമ്മ കാത്തിരുന്നു. എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് പരിശുദ്ധി അമ്മ കാണിച്ചു തരുന്ന ഒരു ആത്മീയത ഇതാണ് പ്രിയപ്പെട്ടവരെ. ദൈവം മാത്രം അറിയുന്ന സത്യങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് വെളിപ്പെടട്ടെ എന്ന് കാത്തിരിക്കുക. ഇതാണ് പരിശുദ്ധി അമ്മ നമുക്ക് കാണിച്ചു തരുന്ന ഒരു ആത്മീയത. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയേക്കുന്ന ഒരു കാര്യം ഇതാ. നമ്മൾ ഒരു പാത്രം വെള്ളം കുടിക്കാൻ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുക്കുന്നത് പോലും ഇല്ലെങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ചിന്തിച്ചു നോണം, ഞാനൊരു കാര്യം ചെയ്യുന്നത്, ഉപവാസം എടുക്കുന്ന, പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒരു കാരുണ്യ പ്രവൃത്തി, ഇത് ഞാനും ദൈവവും മാത്രമാണ് അറിയുന്നുള്ളെങ്കിൽ മറ്റാരെയും അറിയിക്കാൻ ഞാൻ പോകണ്ട. ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് ഇത് നടന്നുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. മിസ്റ്റർ ജെറോം ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യപ്രകാരമാണ്, പരിശുദ്ധ അമ്മയെ എന്തുകൊണ്ടാണ് ദൈവപിതാവ് ദൈവപുത്രന്റെ അമ്മയാകാൻ തെരഞ്ഞെടുക്കാൻ കാരണമെന്ന് ചോദിച്ച മിസ്റ്റർ ജെറോം കൊടുക്കുന്ന ഉത്തരം ഇതാണ്: പരിശുദ്ധ അമ്മയിൽ അത്രമാത്രം എളിമ എന്ന പുണ്യം നിറഞ്ഞു നിന്നത് കൊണ്ടാണ് ദൈവപിതാവ് തൻ്റെ പുത്രൻ അമ്മയായിട്ട് പരിശുദ്ധ അമ്മയെ തെരഞ്ഞെടുത്ത്. വീണ്ടും പ്രിയപ്പെട്ട ദൈവമക്കളെ, മിസ്റ്റർ ലോറൻസ് പറയുന്ന ഒരു കാര്യപ്രകാരമാ, പരിശുദ്ധി അമ്മയില് ഒത്തിരി നിഷ്കളങ്കതയുണ്ടായിരുന്നു, വിശുദ്ധി നിറഞ്ഞിൽപ്പുണ്ടായിരുന്നു. പക്ഷേ തൻ്റെ പുത്രന്റെ അമ്മയാകാനായിട്ട് ദൈവം തെരഞ്ഞെടുക്കാൻ കാരണം പരിശുദ്ധി അമ്മയുടെ വിശുദ്ധിയോ പരിശുദ്ധി അമ്മയുടെ നിഷ്കളങ്കതയോ അല്ല, മറിച്ച് പരിശുദ്ധി അമ്മയുടെ എളിമയാണ്. അതുകൊണ്ടാണ് തൻ്റെ പുത്രൻ അമ്മയാകാൻ മറിയത്തെ തെരഞ്ഞെടുത്തതെന്ന്. അതുപോലെ തന്നെ വീണ്ടും പറയുന്ന വിശുദ്ധ അന്തോണീസ് പറയുന്ന കാര്യം ഇതാണ്: ദൈവം പരിശുദ്ധ മറിയത്തിന്റെ ഉദരത്തിൽ മനുഷ്യനായി തീരാൻ, ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ ഉപയോഗിച്ച ഗോവിണിയാണ് പരിശുദ്ധ അമ്മയുടെ എളിമ എന്ന പുണ്യം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ, ഈ എളിമ എന്ന പുണ്യത്തിൽ നിന്നും അതിനോട് ചേർന്ന് കിടക്കുന്ന കാര്യമാ അനുസരണം. ഇതും പരിശുദ്ധ അമ്മയുടെ ജീവൻ നോക്കുമ്പോൾ വളരെ ശക്തമായിട്ട് കാണാനായിട്ട് പറ്റും. എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇങ്ങനെയൊന്ന് ചിന്തിച്ച് നോക്കിയേ, പരിശുദ്ധി അമ്മയ്ക്ക് യൗസേ പിതാവിനേക്കാളും കൂടുതൽ കൃപയുണ്ട്, ആത്മാവിന്റെ അഭിഷേകമുണ്ട്, ആത്മാവിന്റെ ശക്തിയുണ്ട്. പക്ഷേ യൗസേ പിതാവ് വന്നിട്ട് മാതാവിനോട് പറയുവാണ്, മറിയത്തോട് പറയുവാണ്, നമുക്ക് ഈജിപ്തിലേക്ക് പോകണം. എന്തിനൊന്നും ചോദ്യമില്ല. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നില്ല. വീണ്ടും അമ്മയോട് പറയുവാണ്, മറിയത്തോട് പറയുവാണ്, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമുക്ക് ഈജിപ്തിൽ നിന്നും ഇസ്രായേലിലേക്ക് തിരിച്ചു പോകണം. അപ്പോഴും മറിയം പറയുന്നില്ല, എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞില്ല, എന്നോട് ദൂതൻ ഇത് പറയുന്നില്ല, മറിച്ച് അനുസരിക്കുക, വിധേയപ്പെടുക. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. മിസ്റ്റർ റിച്ചാർഡ് പറയുന്ന കാര്യപ്രകാരമാണ്, പരിശുദ്ധ മറിയം എളിമയുടെ മേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞ് ഓരോ മക്കളെയും സംരക്ഷിക്കുന്നു. പരിശുദ്ധ വിശുദ്ധ ബ്രിജിറ്റിനോട് പറഞ്ഞു കൊടുത്ത കാര്യപ്രകാരമാണ്, എൻ്റെ മക്കളെ എൻ്റെ അങ്കിക്കുള്ളിൽ ഒളിച്ചിരിക്കുക, ഈ അങ്കി എളിമയാണ്, എൻ്റെ മകളെ എളിമയാൽ നീ നിന്നെ തന്നെ വസ്ത്രമണിയിക്കുക. വിശുദ്ധ ബെർണാഡിനോട് പറയുന്ന കാര്യപ്രകാരമാണ്, ഇതാ കർത്താവിന്റെ ദാസി എന്ന വിനയപൂർണമായ മറുപടി വഴി മറിയം എല്ലാ സൃഷ്ടികളും അവരുടെ എല്ലാ പ്രവൃത്തികളും മൂലം നേടിയെടുക്കുന്നതിനേക്കാൾ കൂടുതൽ യോഗ്യത നേടിയെടുത്തു. എന്ന് വെച്ചാൽ മറിയം എളിമ എന്ന പുണ്യം പൂർണ്ണതയിൽ നിറച്ച വ്യക്തിയാ.
ഒരു കൊച്ചു കാര്യം കൂടി അച്ഛൻ വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുക. മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, മിസ്റ്റർ ബെർണാഡ് പറയുന്ന ഒരു കാര്യമുണ്ട്. മാലാഖയുടെ അഭിവാദന സ്വരം കേട്ടപ്പോൾ മറിയം ഞെട്ടി, ഭയപ്പെട്ടു. എന്തുകൊണ്ടാ? മാലാഖയെ കണ്ടിട്ടല്ല, മംഗളവാർത്തയിലൂടെ തൻ്റെ കന്യാത്വം നഷ്ടപ്പെടുന്നെന്ന് ചിന്തിച്ചിട്ടല്ല, മറിച്ച് ഈ കാണുന്ന ദൂതം വന്നിട്ട് പരിശുദ്ധ മറിയത്തെ പ്രകീർത്തിച്ചപ്പോൾ അത് പരിശുദ്ധി അമ്മയ്ക്ക് കേട്ടിട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം പരിശുദ്ധി അമ്മയുടെ ചിന്തയനുസരിച്ച് ഈ ലോകത്തിൽ പ്രകീർത്തിക്കാൻ പെടാൻ പറ്റുന്ന ഒരേ ഒരാൾ ദൈവ പിതാവ് മാത്രമാ. അല്ലാതെ എനിക്കൊരു യോഗ്യതയില്ല, പാപികളിൽ ഒന്നാമനാണ് എന്ന് പറയുവായിരുന്നെങ്കിൽ മറിയം ഭയപ്പെടില്ല. പക്ഷേ ഈ ദൈവപിതാവിന് കൊടുത്തുകൊണ്ടിരുന്ന ഒരു പ്രകീർത്തനം ഈ മറിയത്തിന് കൊടുത്തപ്പോൾ മറിയത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് മറിയം ഭയപ്പെട്ടെ. അതുകൊണ്ടാണ് മറിയം മിസ്റ്റർ ബ്രിജിറ്റിനോട് പറയുന്ന കാര്യം ഇപ്രകാരമാണ്: ഞാൻ എന്നെക്കുറിച്ചുള്ള പുകഴ്ചകളെ വെറുത്തും ദാതാവും സൃഷ്ടാവുമായവനെ കുറിച്ചുള്ള സ്തുതിപ്പുകൾ മാത്രം കേൾക്കാൻ ആഗ്രഹിച്ചു ജീവിച്ചു. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ എല്ലാ സൃഷ്ടികളെക്കാളും കൂടുതൽ ഉയർത്തപ്പെടാൻ കാരണം? സാലസ് പുണ്യാളം പറയുന്ന കാര്യം ഇതാണ്: ദൈവം ഒരാത്മാവിൽ എളിമ കണ്ടാൽ ആ ആത്മാവിലേക്ക് ഓടിയടുക്കുന്നു. പരിശുദ്ധ കന്യകാമറിയം എല്ലാ സൃഷ്ടികളെക്കാളും ഉയർത്തപ്പെട്ടതെങ്കിൽ അതിന് കാരണം അവൾ എളിമയിൽ ഒന്നാമതായിരുന്നു. വീണ്ടും പ്രിയപ്പെട്ടവരെ, മിസ്റ്റർ ബെർണാഡിൻ പറയുന്ന കാര്യം ഇതാണ്: ഒരു സൃഷ്ടിയും മറിയത്തോളം ഉയർത്തപ്പെട്ടിട്ടില്ല, എന്നാൽ ഈ ലോകത്ത് ഒരു സൃഷ്ടിയും ഇത്രയധികം എളിമപ്പെട്ടിട്ടില്ല. യോസേപ്പ് പിതാവ് ഉപേക്ഷിച്ചിട്ട് പോകും എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോഴും മറിയം, പ്രിയപ്പെട്ടവരെ, തൻ്റെ ആ പുണ്യം പുറത്തു പറയാൻ അവൾ മടിച്ചു. സത്യം തുറന്നു പറയാൻ അവൾ മടിച്ചു. അത് പുറത്താക്കാൻ അവൾ നോക്കിയില്ല. അത് കാരണം അവളുടെ ഉള്ളിലെ എളിമയാ. ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം, പ്രിയപ്പെട്ട ദൈവമക്കളെ, എളിമ എന്ന പുണ്യം അത് നമ്മുടെ ആത്മാവിൽ ജനിക്കണം, വളരണം, വർദ്ധിക്കണം, ഫലം ചൂടണം. ലാളിത്യം എന്ന പുണ്യം ജനിക്കണം, വളരണം, വർദ്ധിക്കണം, ഫലം ചൂടണം. ഇത് രണ്ടും വന്നാൽ ദൈവം നമ്മളിൽ പ്രസാദിക്കും, നമ്മൾ സംതൃപ്തരായി തീരും. നമ്മൾ ഒന്നിനെ ഓർത്ത് പിന്നെ നമ്മുടെ ഒരു കാര്യവും നമ്മളെ തകർക്കാനായിട്ട് പറ്റില്ല. അതിലൂടെ ദൈവാനുഗ്രഹവും സ്വർഗത്തിലേക്കുള്ള യാത്രയും എളുപ്പമാകും. അതിന് ഇന്നത്തെ ദിവസം നമുക്ക് ആത്മാർത്ഥമായിട്ട് ആരാധനയിൽ പ്രാർത്ഥിക്കാം. അമ്മ മാതാവ് നമ്മളോട് സംസാരിക്കുന്നത് ഏറ്റവും ശ്രദ്ധയോടെ നമുക്ക് കേട്ടുകൊണ്ട് ആരാധനയിലേക്ക് അതിനുശേഷം പ്രവേശിക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ആത്മാക്കളിലേക്ക് അസാധാരണമായ കൃപകൾ വർഷിക്കപ്പെടാൻ പോകുന്നു. ആ സമയത്തെപ്പറ്റി മാത്രം നിങ്ങൾ ചിന്തിക്കുവിൻ. മംഗളവാർത്തയുടെ തിരുനാളിന് സമാനമായ വിശേഷ അവസരങ്ങളിൽ പിതാവിൻ്റെ കൃപകൾ മഴ പോലെ സ്വർഗത്തിൽ നിന്നും വർഷിക്കപ്പെടും. എൻ്റെ അജഗണത്തെയും തിരഞ്ഞെടുക്കപ്പെട്ട ഇടയന്മാരെയും ഞാൻ ഒരുമിച്ച് ചേർക്കാൻ പോകുന്നു. നിങ്ങളിൽ ഹൃദയ ഐക്യമുണ്ടാകട്ടെ. എൻ്റെ ഹൃദയത്തിൻ്റെ വിജയത്തിനായി തന്നെ. പ്രിയ മക്കളെ, അറിയുക, നിങ്ങളിലാണ് എൻ്റെ വിശ്വാസം വെച്ചിരിക്കുന്നത്. എൻ്റെ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരുന്നു. മനുഷ്യവർഗത്തെ രക്ഷിക്കാനുള്ള കൃപ നിങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ മകൻ്റെ പ്രതിപുരുഷനു വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഹൃദയ ഐക്യമുണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ദുരിതങ്ങളെയും സന്തോഷങ്ങളെയും ഒരു ബലിയായി സമർപ്പിക്കുക. നിങ്ങളുടെ സമർപ്പണത്തിൻ്റെ വിജയത്തിനായി നിങ്ങളെ തന്നെ പുണ്യം കൊണ്ട് നിറയ്ക്കുവിൻ. മറ്റുള്ളവർക്ക് നിങ്ങളെക്കാൾ മുൻഗണന നൽകുവിൻ. സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ ആത്മാവിൻ്റെ ഉള്ളിലുള്ളവ തിരിച്ചറിയുന്നു. നിങ്ങൾ കൊടുക്കുന്ന സ്നേഹവും കരുണയും പിതാവ് നിങ്ങൾക്ക് തിരികെ നൽകും. അത് പിതാവിൻ്റെ സ്നേഹവും കരുണയുമായിരിക്കും. നീതി അർഹിക്കുന്നിടത്ത് നീതി പിതാവ് നൽകും. എൻ്റെ സമർപ്പിതരുടെ വ്യൂഹങ്ങളെ ഒത്തുചേരുവിൻ. നമ്മുടെ മുൻപിൽ ഒരു യുദ്ധമുണ്ട്. യുദ്ധം തുടങ്ങാൻ കുറഞ്ഞ സമയം മാത്രമേ ബാക്കിയുള്ളൂ. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുടെ അമ്മയല്ലേ? നിങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങളായിരിക്കുക. നിങ്ങളുടെ ഹൃദയങ്ങൾ എനിക്ക് തരിക. എൻ്റേത് ഞാൻ നിങ്ങൾക്ക് നൽകി കഴിഞ്ഞല്ലോ. നിങ്ങളെ തന്നെ എനിക്ക് പൂർണ്ണമായും തരിക. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് നിങ്ങളെ ഞാൻ രൂപപ്പെടുത്താം.
യേശുവിൻ നാമത്തിലാരാധന, രാജാതിരാജാവിനാരാധന. എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യൻ നീയേ, പാടുന്നു ഞാൻ അങ്ങേയ്ക്കാരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിൻ നാമത്തിലാരാധന, രാജാതിരാജാവിനാരാധന. എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യൻ നീയേ, പാടുന്നു ഞാൻ അങ്ങേയ്ക്കാരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും ഹല്ലേലൂയ 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 ജീസസ്. ഹല്ലേലൂയ അപ്പാ. ഹല്ലേലൂയ ഓ ജീസസ്. ക്രിസ്തുവേ, ഹല്ലേലൂയ ദൈവത്തിന്റെ പുത്ര. പോ. കരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, യേശുവേ, പരിശുദ്ധ പരമദിവികാരുണ്യേശ്വയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശിരസ് നമിച്ചുകൊണ്ട് പരിപൂർണമായി ശരണപ്പെട്ട് പ്രാർത്ഥിച്ച പരിശുദ്ധ പരമദിവികാരുണ്യേശ്വയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ കുമ്പിട്ട് പരിശുദ്ധ പരമദിവികാരുണ്യേശ്വയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, കരങ്ങൾ ഹൃദയത്തിൽ ചേർത്തിച്ചോയ നോക്കാം. നമ്മൾ ഈ നിമിഷം കണ്ടു അമ്മയുടെ ലാളിത്യം, അമ്മയുടെ എളിമയുള്ള അമ്മ ദാരിദ്ര്യത്തിലും അജ്ഞാത അവസ്ഥയിലും സംതൃപ്തയായിരുന്നു. മക്കളെ, നമുക്ക് കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് പലരോട് സംസാരിക്കുമ്പോൾ പലർക്കുമുള്ള വിഷമം, സംതൃപ്തരല്ല ആരും. ആത്മീയതയിലും ഭൗതികതയിലും കുടുംബത്തിലും ജീവിത പങ്കാളിയെ കിട്ടിയതിലും മക്കളെ കിട്ടിയതിലും ജോലിയുടെ കാര്യത്തിലും പണത്തിന്റെ കാര്യത്തിലും ഒന്നിലും സംതൃപ്തിയില്ല. ഇതിന്റെ ഫലമായിട്ട് എപ്പോഴും വിമർശന, കുറ്റപ്പെടുത്തല, എപ്പോഴും ബുദ്ധിമുട്ടാ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം എളിമയെന്ന പുണ്യം, ലാളിത്യം എന്ന പുണ്യം നമ്മളിൽ നഷ്ടപ്പെട്ടു പോയതാണ്. ഒരു നിമിഷം ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഉള്ളതിൽ തൃപ്തി അടയാൻ, കിട്ടിയതിൽ തൃപ്തി അടയാൻ, ദാരിദ്ര്യത്തിലും തൃപ്തി കണ്ടെത്താൻ, സഹനത്തിന്റെ നടുവിലും തൃപ്തി കണ്ടെത്താൻ. എൻ്റെ മക്കളെ, അതൊരു കൃപയാ. അത് എളിമയുള്ളവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു അഭിഷേകമാണ്. ഈ നിമിഷം അപ്പൻ്റെ മുന്നിൽ കരളി യാചനയോടെ പിടിച്ചിട്ട്, അപ്പാ, എളിമ, ആ പുണ്യം എൻ്റെ ഉള്ളിൽ നിറയ്ക്കണമേ, എൻ്റെ ജീവിതത്തിൽ നിറയ്ക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ ഒരുമിച്ച് നമ്മൾ പാടി പ്രാർത്ഥിക്കാൻ പോകുക. അപ്പാ, ആ എളിമയുടെ പുണ്യത്താൽ എന്നെ നിറച്ച് സംതൃപ്തിയുള്ള ജീവിതം നയിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ എന്ന് എല്ലാ മക്കളും ഈശോയെ നോക്കി ഒന്ന് വിളിച്ചു പാടിക്കേ. എളിമയെന്ന പരമ പുണ്യം തരണമിന്നമ്മേ, നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്. എളിമയെന്ന പരമ പുണ്യം തരണമിന്നമ്മേ, നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്.
ഒരു നിമിഷം ഈശോയെ നോക്കാം മക്കളെ. അമ്മ മാതാവ് പഠിപ്പിച്ച ഒരു ആത്മീയതയുണ്ട്. ആത്മീയ വരങ്ങളും ആത്മീയ കൃപകളും അത് കുരിശു മാറാനായിട്ടോ അധ്വാനം കുറയ്ക്കാനായിട്ടോ ജീവിതം എളുപ്പമാക്കാനായിട്ടോ നീ ആശ്രയിക്കരുത്, ഉപയോഗിക്കരുത്. നഷ്ടപ്പെട്ടു പോയൊരു ആത്മീയതയായത്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടം കുരിശു മാറാൻ വേണ്ടിയുള്ള പരക്കം പാച്ചില, ജീവിതം എളുപ്പമാക്കാനുള്ള പരക്കം പാച്ചില, അധ്വാനം കുറയ്ക്കാൻ വേണ്ടിയുള്ള പരക്കം പാച്ചില്ല. അതിന്റെ ഫലമായിട്ട് നഷ്ടപ്പെടുന്ന നമ്മുടെ സ്വർഗമാ മക്കള്. കുരിശു മാറി സ്വർഗവഴിയിലാണോ? സ്വർഗത്തിന്റെ പാതയിലാണോ? ജീവിതമൊക്കെ ഈസിയാക്കി സ്വർഗത്തിലേക്കുള്ള വഴിയിലാണോ? മക്കളെ, നമുക്കിവിടെ തെറ്റു പറ്റുന്നുണ്ടെങ്കിൽ അമ്മയുടെ എളിമയുടെ മാതൃക നോക്കിക്കേ. അമ്മ പഠിപ്പിച്ച കാര്യം എന്താ? അമ്മ ഇതിന്റെ പിന്നാലെയല്ല, കുരിശു മാറാനല്ല പോയെ, ജീവിതം എളുപ്പാക്കാനല്ല പോയെ. 12-ാമത്തെ വയസ്സിൽ മകനെ കാണാതായപ്പോൾ അത് തേടി അതിനു വേണ്ടി ദർശനമെടുത്ത വ്യക്തിയല്ല. പ്രസവിക്കാൻ സ്ഥലം കിട്ടാത്തപ്പോൾ ഈ വരങ്ങളെടുത്ത് ഉപയോഗിച്ച വ്യക്തിയല്ല. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പോക്കുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ അമിതമായിട്ട് നമ്മൾ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ, ഇതിന്റെ പിന്നാലെയുള്ളൊരു യാത്രയിലാണെങ്കിൽ മക്കളെ, ആത്മീയതയിൽ നിന്ന് തിരിച്ച് കുരിശിനെ പുൽകുന്ന ഒരു ആത്മീയത, ജീവിതത്തിലെ അധ്വാനിച്ചു സമ്പാദിക്കുന്ന ഒരു ആത്മീയത, ജീവിതം ദൈവം വെച്ച് തരുന്ന സഹനങ്ങൾ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ഒരു ആത്മീയത. അമ്മേ, ഇതെനിക്ക് തരണം, ഇത് അമ്മയുടെ എളിമ, ആ പുണ്യം എനിക്കുണ്ടെങ്കിലാ ഇത് ചെയ്യാൻ പറ്റൂ. അമ്മേ, ആ പുണ്യത്താൽ എന്നെ ഒന്ന് നിറക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ എല്ലാ മക്കളും ഒരിക്കൽ കൂടി ഒരുമിച്ച് ചേർന്ന് വിളിച്ചു പാടി പ്രാർത്ഥിക്കാം. എളിമ പുണ്യം എന്റെ ജീവിതത്തിൽ തരണേ അമ്മേ. എളിമയെന്ന പരമപുണ്യം തരണമിന്നമ്മേ, നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്. എളിമയെന്ന പരമപുണ്യം തരണമിന്നമ്മേ, നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്. ഒരു നിമിഷം കൂടി കരങ്ങൾ ഹൃദയത്തിൽ ചേർത്ത് ഈശോയെ നോക്കാം. അമ്മ പഠിപ്പിച്ച മറ്റൊരു ആത്മീയതയുണ്ട്. ജീവിത പ്രശ്നങ്ങളെ അത്ഭുതങ്ങളിലൂടെയല്ല മാറ്റിയെടുക്കേണ്ടേ, കുരിശുകളിലൂടെയാ. അമ്മ നൽകുന്ന ഒരു എളിമയുടെ മാതൃകയാ. അത്ഭുതത്തിന്റെ പിന്നാലെ പരക്കം പായുന്ന മക്കൾ കുരിശുപേക്ഷിക്കുക. ജനപ്രീതി നേടിയെടുക്കാനായിട്ട്, മഹത്വം കിട്ടാനായിട്ട് മനുഷ്യൻ ഇന്ന് വേവലാതി കൊള്ളുകയാണ്. ഇതെന്തുകൊണ്ടാ മക്കളെ? നമ്മുടെ ഉള്ളിൽ എളിമ നഷ്ടപ്പെട്ടതാ, ലാളിത്യം നഷ്ടപ്പെട്ടത് കൊണ്ടാ. ലാളിത്യം നഷ്ടപ്പെട്ട എളിമ നഷ്ടപ്പെടുമ്പോഴാ ബഹുമതി കിട്ടാനും ജനപ്രീതി കിട്ടാനും മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാനും ഒപ്പം കുരിശുമാറി അത്ഭുതത്തിന്റെ പിന്നാലെയും പോകാൻ കാരണം എൻ്റെ ഉള്ളിലെ എളിമ പോയതല്ലേ. അമ്മയുടെ മുന്നിൽ സമർപ്പിച്ച്, അമ്മേ എനിക്ക് എളിമ പോകുക, അമ്മേ പറ്റുന്നില്ല താണു കൊടുക്കാൻ. മറ്റുള്ളവരുടെ മുമ്പിൽ, അധികാരികളുടെ മുമ്പിൽ, ജീവിത പങ്കാളിയുടെ മുമ്പിൽ, സഹോദരങ്ങളുടെ മുമ്പിൽ, സഭയുടെ മുന്നിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് താണു കൊടുക്കാൻ, വിട്ടുകൊടുക്കാൻ, ഞാനൊന്ന് പരിപൂർണമായി എനിക്ക് പറ്റുന്നില്ലപ്പാ. ഞാൻ എന്തോ ആണെന്നുള്ള ചിന്ത എന്നെ കയറി പിടിച്ചേക്കുക, എന്നെ പിടിച്ചു വലിക്കുക. അമ്മ, ഞാൻ പരിപൂർണമായി അമ്മ സമർപ്പിച്ചല്ലോ, ഇതാ കർത്താവിന് ദാസി, ഞങ്ങൾ സമർപ്പിക്കുക. ഈ മരിയ മക്കൾ മുഴുവനും സമർപ്പിക്കുക. അമ്മയെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ ആ ഒരു കൃപയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി വിളിച്ച് നമുക്ക് ആത്മാർത്ഥമായ എളിമ പുണ്യം അഭ്യസിക്കാനായിട്ടുള്ള കൃപ കിട്ടാൻ ദാഹിച്ചേ. എളിമയെന്ന പരമപുണ്യം തരണമിന്നമ്മേ, നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്. എളിമയെന്ന പരമപുണ്യം തരണമിന്നമ്മേ, നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്. രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച മക്കളെ, കരമുയർത്താം.
എളിമയോട് ചേർന്ന് നിൽക്കുന്ന കാര്യമാണ് അനുസരണം. എനിക്ക് അനുസരിക്കാൻ പറ്റുന്നുണ്ടോ? എളിമയുള്ള മക്കളുടെ മറ്റൊരു പ്രത്യേകതയാണ് പ്രിയപ്പെട്ടവരെ, സ്വന്തം മഹത്വത്തിനു വേണ്ടി ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യില്ല. ജനപ്രീതി കിട്ടാനും സ്വന്തം പേരെടുക്കാനും നോക്കില്ല. പരിശുദ്ധി അമ്മയെ കാണുന്ന കാര്യം അതല്ലേ? അമ്മ ഇത്ര ഉയരപ്പെടാൻ കാരണം അമ്മയുടെ എളിമയാ. ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം, അമ്മേ എനിക്ക് പരിപൂർണമായിട്ട് എളിമപ്പെടണം. എനിക്ക് ഗോതമ്പ് മണി ഇല്ലാതായി തീരുന്ന പോലെ, അഴുകിയില്ലാതായി തീരുന്ന പോലെ എനിക്ക് പരിപൂർണമായിട്ട് അഴുകപ്പെടണം, ഇല്ലാതാകണം. ഞാൻ ആരുമല്ല. ഞാൻ ഇന്ന് വരെ എൻ്റെ ജീവിത പങ്കാളിയുടെ മുമ്പിൽ താണിട്ടില്ല, വിട്ടുകൊടുക്കാൻ മനസ്സ് വന്നിട്ടില്ല. ഞാൻ എപ്പോഴും ധിക്കാരമാ പറഞ്ഞേക്കണേ. എൻ്റെ അമ്മയുടെ മുന്നിൽ, അപ്പൻ്റെ മുമ്പിൽ ധിക്കാരത്തോടെ ഞാൻ സംസാരിച്ചേക്കണേ. ഞാൻ വാശിയാ പിടിച്ചേക്കണേ. അവർക്ക് വളർത്തിയ കാര്യമൊക്കെ ഞാൻ മറന്നിട്ടുണ്ട്. എനിക്കൊന്ന് എളിമപ്പെടണം. എൻ്റെ അമ്മേ ആ പുണ്യത്താൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, നിത്യസഹായമാ ഈ ഒരു അഭിഷേകം എനിക്കൊന്ന് തരണമേ എന്നുള്ള ആഗ്രഹത്തോടെ കരം ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമുക്ക് എന്തുമാത്രം എളിമയിൽ ജീവിക്കാൻ പറ്റുമോ അത്ര എളിമപ്പെടാം. ഈ നിമിഷം വിചാരം, വാക്ക്, പ്രവൃത്തി, ഉപേക്ഷയിൽ എന്തൊക്കെ പുണ്യമാണോ ചെയ്യണ്ടേ, ആ പുണ്യം നിങ്ങൾ സ്ക്രീനിൽ വായിച്ചു നോക്കുക. അത് അഭ്യസിക്കാൻ ക്രമം മേടിക്കുക. അത് നാളത്തെ പകൽ ദിവസം മുഴുവനും അഭ്യസിച്ച് വൈകുന്നേരം ശുശ്രൂഷയ്ക്കാകട്ടെ മറ്റു പലരെയും കൂട്ടിക്കൊണ്ടുവരാനാകട്ടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവം അമ്മയിലൂടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.